പശ്ചിമേഷ്യ വീണ്ടും അശാന്തിയിലേക്ക് മാറുമ്പോൾ അമേരിക്കയുടെ നയങ്ങൾക്കെതിരെ പ്രതിഷേധം വ്യാപകമാണ്. യുദ്ധത്തിൽ സമാധാന ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുകയും പിന്നീട് ഹോർമൂസ് കടലിടുക്കിൽ നിന്നടക്കം പിന്മാറുകയും ചെയ്ത അമേരിക്ക വീണ്ടും പ്രശ്നങ്ങൾ വഷളാക്കുന്നുണ്ട്. യുദ്ധം വീണ്ടും ശക്തി പ്രാപിക്കുമ്പോൾ ഇറാനും തിരിച്ചടിക്ക് കോപ്പുകൂട്ടി തുടങ്ങി. ഇനിയും ക്ഷമിച്ചാൽ ഫലം വിപരീതമായിരിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് ഇറാൻ എത്തി നിൽക്കുന്നത്. രണ്ടും കൽപ്പിച്ച് തിരിച്ചടിക്കാമെന്നും ഹോർമൂസ് അടക്കം വിട്ടുകൊടുക്കില്ലെന്ന് ഇറാൻ അറിയിച്ചതോടെ കാര്യങ്ങൾ സങ്കീർണമാവുകയാണ്. 2 ദിവസമായി യുദ്ധം ശക്തമാണെങ്കിൽ മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇറാൻ തിരിച്ചടിച്ചു തുടങ്ങിയത്. US ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ബഹ്റൈനിലെ US 5ാം നാവികപ്പടയ്ക്ക് നേരെയും പശ്ചിമേഷ്യയിലെ മറ്റ് US കേന്ദ്രങ്ങൾക്ക് നേരെയുമാണ് ഇറാൻ ബോംബിട്ടത്. ബഹ്റൈനിലെ US 5ാം നാവികപ്പടയ്ക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്ന IRGC അവകാശപ്പെട്ടിട്ടുണ്ട്. ജോർദാനിലെ US വ്യോമതാവളത്തിന് നേരെയും കുവൈറ്റിന് നേരെയും ആക്രമണം നടത്തിയതായി IRGC അറിയിക്കുന്നതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ കേന്ദ്രങ്ങൾ അഗ്നിക്കിരയാക്കി പ്രത്യാക്രമണം ശക്തമാക്കുമെന്ന് അറിയിക്കുന്നുണ്ട് ഇറാൻ. തോറ്റു പിന്മാറില്ലെന്നും ക്ഷമിക്കില്ലെന്നുമൊക്കെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇറാൻ. ആക്രമണം പ്രതിരോധിച്ചതായി കുവൈറ്റ് സേന അറിയിക്കുന്നുണ്ട്. പോരാട്ടം തുടരുകയാണെന്നും അമേരിക്കൻ സൈന്യത്തിന്റെ അധിനിവേശം തുടർന്നാൽ ഇതിലും ശക്തമായ തിരിച്ചടികൾ ഉണ്ടാകുമെന്നും IRGC പ്രസ്താവനയിലൂടെ മുന്നറിയിപ്പ് നൽകി. ഹോർമൂസ് കടലിടുക്കിന് സമീപം USന്റെ അപ്പാച്ചെ ഹെലികോപ്റ്റർ ഇറാൻ സേന വെടിവെച്ചിട്ടതിന് പിന്നാലെയാണ് ഇറാനെതിരെ അമേരിക്കൻ സൈന്യം വ്യോമാക്രമണം നടത്തിയത്. ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷനുകൾ, നിരീക്ഷണ റഡാർ കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമാക്കിയായിരുന്നു ആക്രമണം. US വ്യോമസേനയുടെയും നാവികസേനയുടെയും യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചാണ് ഇറാന്റെ കേന്ദ്രങ്ങൾ തകർത്തത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറിനായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമം തുടരുന്നതിനിടെയാണ് ഇറാനുമായി സൈനിക സംഘർഷം കടുപ്പിക്കുന്ന രീതിയിലുള്ള ഈ തിരിച്ചടിയെന്നും കാണാൻ സാധിക്കും. ഇതിനു പിന്നാലെ തങ്ങൾക്കെതിരെയുള്ള ഒരു ആക്രമണത്തിനും ഭീഷണിക്കും മറുപടി നൽകാതിരിക്കില്ലെന്നും ഇറാനും മുന്നറിയിപ്പ് നൽകി. പിന്നാലെയായിരുന്നു ഇറാന്റെ ആക്രമണം. 21ഓളം കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതേസമയം ഇറാന്റെ തെക്കൻ മേഖലയിൽ നിന്നും സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ആക്രമണങ്ങളുടെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നതിൽ നിലവിൽ വ്യക്തതയില്ല. ഇറാനിൽ 3 ഘട്ടങ്ങളായാണ് അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തിയതെന്നും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും റഡാറുകളുമാണ് പ്രധാനമായും ലക്ഷ്യമിട്ടതെന്നുമാണ് US സെൻട്രൽ കമാൻഡ് അറിയിച്ചിരിക്കുന്നത്. പരസ്പരം ആക്രമണം നിർത്തിയെന്ന് ഇറാനും ഇസ്രായേലും പ്രഖ്യാപിച്ച് ഏതാനും മണിക്കൂറുകൾ പിന്നിട്ടപ്പോഴാണ് ഹോർമൂസ് കടലിടുക്കിനു സമീപം US ഹെലികോപ്റ്റർ തകർന്നു വീണത്. പിന്നാലെ ഇറാൻ തങ്ങളുടെ സൈനിക ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടതായി ട്രംപ് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈ ആക്രമണത്തിന് അമേരിക്ക മറുപടി നൽകുമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു. നേരത്തെ ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ചതോടെ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചിരുന്നു. എന്നാൽ ഏപ്രിൽ 13 മുതൽ USും ഹോർമൂസിൽ നാവിക ഉപരോധം ഏർപ്പെടുത്തിയതോടെ പ്രശ്നം വഷളാവുകയായിരുന്നു. വിലക്ക് ലംഘിച്ച് ഹോർമൂസിൽ പ്രവേശിക്കുന്ന കപ്പലുകളെ ഇരുകൂട്ടരും ആക്രമിച്ചിരുന്നു. ഹോർമൂസിനു മീതെ പറന്ന ഡ്രോണുകളും പരസ്പരം വെടിവെച്ചിട്ടു. ഉപരോധം ലംഘിക്കുന്ന കപ്പലുകളെ ലക്ഷ്യമിടാൻ കൂടി വേണ്ടിയാണ് US ഇവിടെ അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ വിന്യസിച്ചിരുന്നത്. ഇത് തച്ച് തകർക്കുന്ന ഇറാൻ അമേരിക്കയ്ക്ക് കനത്ത വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്.